ഇമോഷണലി വീക്കായി പോകുന്നു, മെൻ്റലി വീക്കായി പോകുന്നു. നമുക്ക് നമ്മളെ തന്നെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നു. ഇതിനെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും എവിടെയാണ് നമ്മൾ ഈ വീക്ക്നെസ് നമ്മളെ ബാധിച്ചതെന്നുള്ളത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായൊരു കാര്യമാണോ? അതോ മറ്റുള്ളവരെ കൊണ്ടോ സാഹചര്യം കൊണ്ടോ നമുക്ക് അനുഭവപ്പെട്ടതാണോ? മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ കാരണം നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോയതാണോ? എവിടെ ഏതാണ് ആ സ്റ്റേജ്? ആ വീക്ക്നെസ്സിലൂടെ പോകുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവമുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയുണ്ട്. ഓരോ ആൾക്കാർക്കും അന്നേരത്തെ ഓരോ ആവശ്യങ്ങളുണ്ട്. പല ആൾക്കാർക്കും ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, നമ്മളോട് വാശിയുള്ള ആൾക്കാരുണ്ടാവും, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അതോടൊപ്പം ചെറിയ ചെറിയ വിജയങ്ങൾ ആഗ്രഹിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആൾക്കാരുമായി ചേർന്ന് ഇവരെയൊന്നും തിരിച്ചറിയുക പോലും ചെയ്യാതെ അവരുമായി കണക്റ്റഡായി നമ്മളുടെ ജീവിതം പല രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ എങ്ങനെ വന്നാലും നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ അത് തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ട്രോങ് ആക്കി നമ്മൾ കൊണ്ടുപോകണം. ഇമോഷണലി ആൻഡ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായി നമ്മളെ വളർത്തിയെടുക്കണം.